എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്ന പുസ്തകത്തിലെ 3ാമത്തെ ബ്ലോക്ക് ആര്യാധിനിവേശം കേരളത്തിൽ എന്ന് പറഞ്ഞ ബ്ലോക്കാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും 2ാം ചേര സാമ്രാജ്യത്തെക്കുറിച്ച്, അതുപോലെ ബുദ്ധ ജൈന മതങ്ങൾക്ക് പുറമെ ഇസ്ലാം മതത്തിൻ്റെയും കൂടെ വരവ്, ദെൻ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ശൈവിസം വൈഷ്ണവിസം എന്നൊക്കെ മതങ്ങളുടെ കടന്നുകയറ്റം, ഭക്തി പ്രസ്ഥാനം, ഇതിനെക്കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് 4 യൂണിറ്റുകളായിട്ട്. അപ്പോൾ 3ാമത്തെ ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് 2ാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖരന്മാർ. അപ്പോൾ 1ാം ചേര സാമ്രാജ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട കുറച്ച് രാജാക്കന്മാരുടെ പേരുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2ാം ചേര സാമ്രാജ്യം, 1ാം ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പൊക്കെ വന്നു. അതിനുശേഷം 9ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് 2ാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലേക്ക് വരുന്നത്. 9ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമാൾ, തിരുമൊഴി, അങ്ങനത്തെ ഒക്കെ കുറേ പെരുമാക്കന്മാർ, അതിൻ്റെ പെരുമാക്കന്മാരിൽ എത്തുന്നില്ല, അതിൻ്റെ മുമ്പേ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ കുലശേഖരന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട സെൻറ്റർ എന്ന് പറയുന്നത് മഹോദയപുരമായിരുന്നു. അപ്പം മഹോദയപുരം കേന്ദ്രമാക്കിയിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ കേരളകുല ചൂടാമണി, മഹോദയപുര പരമേശ്വരൻ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഈ കുലശേഖരന്മാരെ അങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. ഇവരെ പൊതുവായിട്ട് 9ാം നൂറ്റാണ്ടിൽ തുടങ്ങിയിട്ടുള്ള ഇവരെ പൊതുവായിട്ട് കുലശേഖരന്മാർ, 8ാം ചേര സാമ്രാജ്യം എന്നല്ല കുലശേഖരന്മാരെന്ന് പറയുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. ഇനി ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോൾ, തമിഴിലെ ഭക്തി കേന്ദ്രമാക്കിയിട്ട് ഭക്തി പ്രബന്ധമായിട്ടുള്ള പെരുമാൾ തിരുമൊഴിയും മുകുന്ദമാല, സംസ്കൃതത്തിലെ മുകുന്ദമാല, ഈ 2 കൃതികളിൽ നിന്നാണ് ഇവരെ കുറിച്ചുള്ള കുലശേഖരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായിട്ടും ലഭിക്കുന്നത്. ഇനി ഇവരുടെ ആദ്യത്തെ രാജവംശത്തിന്റെ തുടക്കം, ആദ്യത്തെ രാജാവായിരുന്നു കുലശേഖരന്മാരിൽ തുടങ്ങുന്നത്. അറിയപ്പെടുന്ന 2ാമത്തെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു രാജശേഖരവർമ്മ. ആരാണ്? രാജശേഖരവർമ്മ. AD 820 മുതൽക്ക് 844 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം അധികാരത്തിലിരുന്നതായിട്ട് കണക്കാക്കുന്നത്. AC 828-844 കാലഘട്ടത്തിൽ. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലേതാണ് വാഴപ്പള്ളി ശാസനം എന്നാണ് കരുതപ്പെടുന്നത്. വാഴപ്പള്ളി ശാസനം എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു, ശൈവേറ്റ് ആയിരുന്നു രാജശേഖര വർമ്മ. ഇനി അടുത്തൊരു രാജാവായിരുന്നു സ്ഥാണുരവി. പിന്നീട് അധികാരമേറ്റ രാജാവായിരുന്നു സ്ഥാണുരവി. 844 മുതൽക്ക് 885 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാവാണ് സ്ഥാണുരവി. സ്ഥാണുരവിയുടെ കാലഘട്ടത്തിലാണ് തരിസാപ്പള്ളി ശാസനം എന്നൊരു ശാസനം വന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഈ തരിസാപ്പള്ളി ശാസനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് മാർ സാപ്പിർ ഈശോ എന്ന ഒരു ക്രിസ്ത്യൻ വ്യക്തിക്ക് വേണ്ടി, സുറിയൻ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് പട്ടയം നൽകുകയാണ്. തരിസാപ്പള്ളി ശാസനം എഴുതി കൊടുക്കണം, ഭൂമി ദാനം നൽകുന്നതിനെ പറ്റിയിട്ടാണ് ഇതുള്ളത്. അപ്പൊ തരിസാപ്പള്ളി ശാസനം ആരുടെ കാലഘട്ടത്തിലാണെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് സ്ഥാണുരവിയുടെ കാലഘട്ടത്തിലാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? മാർസാപ്പിർ ഈശോയ്ക്കാണ് സ്ഥാണുരവി അദ്ദേഹത്തിന്റെ 5ാം ഭരണവർഷ കാലഘട്ടത്തിൽ ചില അധികാരങ്ങൾ നൽകുന്നത്. അപ്പോൾ അതായിരുന്നു അതിന്റെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്തു വെക്കണം. ഇങ്ങനെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട 2 റൂളേഴ്സ്, ഇവരുടെ കീഴിലേക്കൊക്കെ അധികാരങ്ങളൊക്കെ വരുന്നത്.
പിന്നെ ഈ സ്ഥാണുരവി ഇവരുടെ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട രാജാവ് തന്നെയായിരുന്നു സ്ഥാണുരവി. സ്ഥാണുരവിയുടെ കാലഘട്ടത്തിൽ ശങ്കര നാരായണൻ എന്നൊരു ഗണിത ശാസ്ത്രത്തിന്റെ കീഴില് മഹോദയപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാണുരവിയുടെ കാലത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് അറബി വ്യാപാരിയായിട്ടുള്ള സുലൈമാൻ വരുന്നതെന്നും സുലൈമാന്റെ സഞ്ചാരക്കുറിപ്പുകളൊക്കെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സഞ്ചാരക്കുറിപ്പുകൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ തരിസാപ്പള്ളി ശാസനത്തില് കോയിൽ അധികാരികൾ എന്ന ഒരു പ്രവർത്തന മേഖലയെ കുറിച്ച് പറയുന്നുണ്ട്. കോയിൽ അധികാരികൾ, അതായത് കോയിൽ അധികാരികൾ എന്ന് ഇവരുടെ പ്രവർത്തനത്തെ ഇവരുടെ ഭരണത്തിന് കീഴിൽ വരുന്നതാണ് കോയിൽ അധികാരികൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് ശേഷം സ്ഥാണുരവിക്ക് ശേഷം വന്നിട്ടുള്ളൊരു രാജാവാണ് വിജയരാഘദേവൻ എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അതായത് സ്ഥാണുരവിയുടെ മകനായിരുന്നു രവിവർമ്മ. സ്ഥാണുരവിയുടെ മകൻ രവിവർമ്മയ്ക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ടാണ് വിജയരാഘവദേവൻ, അതായത് സ്ഥാണുരവിയുടെ മരുമകനായിട്ടുള്ള വിജയരാഘവദേവൻ അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം അധികാരമേറ്റത് രാമവർമ്മ കുലശേഖരൻ വാസുദേവനാണ്. ദെൻ ലീലാകുശൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനുശേഷം വന്നു പോകുന്നുണ്ട്. ഇവരുടെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, സാഹിത്യ മേഖലകളൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരുടെ കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇനി ഈ രാമവർമ്മയുടെ കാലഘട്ടത്തിൽ, രാമവർമ്മ കുലശേഖര വസുദേവന്റെ കാലഘട്ടത്തിലാണ് മസൂദി എന്ന് പറഞ്ഞിട്ടുള്ള സഞ്ചാരി, അറബ് സഞ്ചാരിയായിട്ടുള്ള മസൂദി കേരളം സന്ദർശിച്ചുകൊണ്ട് കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത്. ഇനി രാമവർമ്മ കുലശേഖര വസുദേവന്റെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പണ്ഡിത കവിയാണ് ലീലാശുകൻ എന്ന് പറയുന്നത്. ലീലാശുകൻ ഒരു കവിയാണ്. ലീലാശുകൻ പണ്ഡിത കവിയായിട്ടാണ് കണക്കാക്കുന്നത് ലീലാശുകൻ, രാമവർമ്മ കുലശേഖര വസുദേവന്റെ കാലഘട്ടത്തിലുള്ള. അപ്പൊ ഇതായിരുന്നു പ്രധാനപ്പെട്ടത്. ഇനി ഈ രാമവർമ്മ കുലശേഖരന് ശേഷം രാജാവായിട്ട് വന്നിട്ടുള്ളത് കോതരവിയാണ് പിന്നീട് രാജാവായിട്ട് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് കോതരവി രാജാവായതിനെ കുറിച്ച് നെടുമ്പുറം തളി ക്ഷേത്രത്തിലെ ശാസനത്തിൽ നിന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. AD 917 to 947 കാലഘട്ടമാണ് ഇതിന്റെ ഒരു ഭരണ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ശാസനങ്ങൾ, അതായത് ഈ കോതരവിയുടെ ശാസനങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളാണ് അവിട്ടത്തൂര്, ചോക്കൂര്, തൃപ്പൂണിത്തുറ, ഉദയംപേരൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന്റെ ശാസനങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും അക്രമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പരാന്തക ചോളൻ പാണ്ഡ്യരാജ്യം ആക്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പൊ പരാന്തക ചോളൻ പാണ്ഡ്യരാജ്യം ആക്രമിച്ചതിന് ഭാഗമായിട്ട് അവിടെ നിന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകള് അവര് ചേര സാമ്രാജ്യത്തിലേക്ക് വരും. മാരവർമ്മൻ രാജസിംഹന് പാണ്ഡ്യന്മാരുടെ ആളായിരുന്നു മാരവർമ്മൻ രാജസിംഹൻ. അദ്ദേഹം ചേരനാട്ടിലേക്ക് വരികയും, അതായത് ഇദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരികയും ഇദ്ദേഹത്തിന് ഈ മാരവർമ്മൻ രാജസിംഹന് ചേര സാമ്രാജ്യം എന്താ പറയാ സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോതരവിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവം, അപ്പോൾ കോതരവി ഇത്തരത്തിൽ പാണ്ഡ്യരാജാവായിട്ടുള്ള മാരവർമ്മൻ രാജസിംഹന് സംരക്ഷണം നൽകിയതിനെതിരെ ചേരന്മാർക്കെതിരെ യുദ്ധപ്രഖ്യാപനവും അതോട് കൂടിയിട്ട് തർക്കങ്ങൾ, ചോളന്മാരും ചേരന്മാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. കോതരവിയെ തുടർന്നിട്ട് വന്നിട്ടുള്ള രാജാവാണ് ഇന്ദുകോതവർമ്മ. ഈ ഇന്ദുകോതവർമ്മ അധികാരത്തിലേക്ക് വന്നപ്പോൾ പിന്നെയും ചോള ബന്ധം കൂടുതൽ സംഘർഷത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കോതരവിയുടെ കാലത്ത് തന്നെ ഉണ്ടായ സംഘർഷങ്ങൾ പിന്നീട് ഇന്ദുകോതവർമ്മയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി കൂടുതലാവുകയും 947 മുതൽക്ക് 962 AD കാലഘട്ടത്തിലാണ് ഇന്ദുകോതവർമ്മയുടെ ഭരണം നടപ്പിലാകുന്ന കാലം എന്ന് പറയാൻ പറ്റും. ദെൻ അതിനുശേഷം പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഭാസ്കര രവിവർമ്മ. ഇന്ദുകോതവർമ്മയ്ക്ക് ശേഷം വന്ന പ്രധാന രാജാവാണ് ഭാസ്കര രവിവർമ്മ. AC 962 മുതൽക്ക് 1021 വരെയുള്ള കാലഘട്ടത്തിലാണ് ഭാസ്കര രവിവർമ്മയുടെ ഒരു അധികാരം നിലനിൽക്കുന്നത്. അദ്ദേഹം ഭരണത്തിലേറിയിട്ട് ഒരു 38 വർഷം കഴിഞ്ഞപ്പോൾ
38ാമത്തെ ഭരണവർഷത്തിലാണ് ജൂതശാസനം പുറപ്പെടുവിക്കുന്നത്. ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ഭൂമി നൽകുന്ന ഒരു ഇതായിരുന്നു ജൂതശാസനം. ഈ ജൂതശാസനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മറ്റ് മതവിഭാഗങ്ങളോട് ഇവിടുത്തെ രാജാക്കന്മാർ വളരെ സഹിഷ്ണുതയോട് കൂടിയിട്ടാണ് പെരുമാറിയിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്തൊക്കെ ഈ ഭാസ്കര രവിവർമ്മയുടെ കാലത്തൊക്കെ ചോളന്മാരുടെ അടുത്ത് നിന്ന് നിരന്തര ആക്രമണം ഉണ്ടാവുന്നൊക്കെ ഉണ്ട്. ഈ ഭാസ്കര രവിവർമ്മയോട് കൂടിയിട്ടാണ് ഈ രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖരന്മാരുടെ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഭാസ്കര രവിവർമ്മയാണ് ഈ ഒരു സാമ്രാജ്യത്തിലെ അവസാനത്തെ പ്രതാപശാലിയായിട്ടുള്ള രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിനുശേഷം വന്ന രാജാക്കന്മാർ പലരും അത്ര എല്ലാം കൊണ്ടും തികഞ്ഞവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാസ്കര രവിവർമ്മയ്ക്കൊക്കെ ശേഷം വന്നിട്ടുള്ള രാജസിംഹൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ്, ചേര രാജാവ് ചോള രാജാവിന്റെ ഒരു സാമന്തനെ പോലെയായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ പിന്നീട് അങ്ങോട്ട് ചോള സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരായിട്ട് ചേര സാമ്രാജ്യം മാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭാസ്കര രവിവർമ്മ വരെയാണ് രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ കാലമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇത്രയാണ് രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം 9ാം നൂറ്റാണ്ട് മുതൽക്ക് ഏകദേശം ഒരു 12ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം വരെ അല്ലെങ്കിൽ 12ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഈ ഒരു രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖരന്മാരുടെ ഭരണം നിലനിന്നിട്ട് ഉണ്ടായിരുന്നത്. കുലശേഖരവർമ്മ എന്ന രാജാവ്, കുലശേഖരവർമ്മയാണ് ആദ്യ രാജാവ്. അതിൽ നിന്നാണ് കുലശേഖരന്മാർ എന്ന് പറയുന്നത്. ആദ്യ രാജാവിന്റെ പേരിനോട് കൂടെയാണ് ആ വംശം അറിയപ്പെട്ടത്. അപ്പൊ ആദ്യ രാജാവായിട്ടുള്ള കുലശേഖരൻ മുതൽക്ക് ഏറ്റവും പേര് കേട്ടിട്ടുള്ള അവസാനത്തെ രാജാവ് ഭാസ്കര രവിവർമ്മ വരെയുള്ള കാലഘട്ടമാണ് ഇതിൽ വരുന്നത്. അതിന് പിന്നീടും രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരൊരു സാമന്തന്മാരെ പോലെ, ചോളന്മാരുടെ സാമന്തന്മാരെ പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഒന്ന് തരിസാപ്പള്ളി ശാസനം, പിന്നെ വാഴപ്പള്ളി ശാസനം, പിന്നെ തരിസാപ്പള്ളി ശാസനം, ജൂതശാസനം. പ്രധാനപ്പെട്ട 3 ശാസനങ്ങൾ ഈ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ 775 8ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് വരുന്ന രണ്ടാം ചേര സാമ്രാജ്യം അതിന്റെ പീക്കിലെത്തുന്നത് 9, 10 നൂറ്റാണ്ടുകളിലാണ്. 11ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതിയോട് കൂടിയിട്ട് സാമ്രാജ്യം അവസാനിക്കുകയാണ്. ആദ്യ രാജാവായിട്ടുണ്ടായിരുന്ന കുലശേഖരൻ തന്നെയാണ് കുലശേഖര രാജാവ്. പിന്നെ രാജശേഖരവർമ്മ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അധികാരത്തിലേക്ക് വരുന്ന കിങ്ങാണ് രാജശേഖരവർമ്മ. സ്ഥാണുരവി, കോദവർമ്മയുടെ മുമ്പ് വിജയരാഘദേവൻ വരുന്നുണ്ട്. ദെൻ രാമവർമ്മ, കുലശേഖര വസുദേവർ വരുന്നുണ്ട്. അതിനുശേഷം കോദരവി വരുന്നുണ്ട്. കോദരവിക്ക് ശേഷം ഇന്ദുകോദവർമ്മ വരുന്നുണ്ട്. അതിനുശേഷം ഭാസ്കരവി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റൂളേഴ്സായിട്ട് ഈ കാലഘട്ടത്തിൽ ഉള്ളത്. അപ്പൊ ഇതായിരുന്നു രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖരന്മാരെ കുറിച്ചുള്ള രാജാക്കന്മാരുടെ ഒരു ലിസ്റ്റും അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്